കണക്കും പ്രകാരേ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലെ വൈഭവ് സൂര്യവംശിക്ക് അടുത്ത അണ്ടർ-19 വേൾഡ് കപ്പും അത് 2030 നടക്കുന്നത് അതും കളിക്കാം. അപ്പോഴും 18 വയസ്സാവുമല്ലേ ഉള്ളൂ. എന്താല്ലേ 14-ാം വയസ്സിൽ ലോക ചാമ്പ്യനാവുക, 14-ാം വയസ്സിൽ ലോകകപ്പിൻ്റെ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആവുക, 14-ാം വയസ്സിൽ ആ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് ആവുക, 14-ാം വയസ്സിൽ ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്റ്സ്മാൻ ആവുക, ഏറ്റവും കൂടുതൽ 50 അടിച്ച താരമാവുക, ഏറ്റവും കൂടുതൽ 6 അടിച്ച 30 6 ഈ ടൂർണമെൻറ്റിൽ വൈഭവ് സൂര്യവംശി അടിച്ചിരിക്കുന്നത് 30 6, രണ്ടാം സ്ഥാനത്തുള്ള ആളടിച്ചിരിക്കുന്നത് 15 6, ഡബിൾ പ്രായം 14. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന 2030 അണ്ടർ-19 വേൾഡ് കപ്പും വൈഭവ് സൂര്യവംശിക്ക് പ്രായാടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കളിക്കാമായിരുന്നു. പക്ഷേ നടക്കില്ല. കാരണം BCCI ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അവസരം ആർക്കും കൊടുക്കാറില്ല. കാരണം പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഇതിന് മുമ്പ് BCCIക്ക് വന്നിട്ടുണ്ടെന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം. അതുകൊണ്ട് അടുത്ത അണ്ടർ-19 വേൾഡ് കപ്പിൽ പുള്ളി ഉണ്ടാവില്ല. പക്ഷേ മിക്കവാറും അടുത്ത T20 ലോകകപ്പിൽ ഇന്ത്യയുടെ സീനിയർ ടീമിൽ പുള്ളി ഉണ്ടാവാൻ വഴിയുണ്ട്. ശരിയല്ലേ? തീർച്ചയായും. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വാതിലിൽ പുള്ളി ആഞ്ഞാഞ്ഞ് മുട്ടുകല്ലേ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്. പ്രായം അങ്ങോട്ട് തികഞ്ഞോട്ട് 15 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സീനിയർ ടീമിൽ കയറാനുള്ള ഏജ് ലിമിറ്റ്. അങ്ങോട്ട് തികഞ്ഞോട്ടെ.